സ്വഹാബികളെല്ലാവരും കാതുകൂർപ്പിച്ചുകൊണ്ട് കേൾക്കുകയാണ്. ആ സമയത്ത് നബി തങ്ങൾ ചില സംഭവങ്ങൾ പറയാറുണ്ട്. നമ്മൾ പ്രസംഗം പറയുമ്പോ, വയത് പറയുമ്പോ, ഒരു ക്ലാസ് എടുക്കുമ്പോ ചില ചരിത്ര സംഭവങ്ങൾ നമ്മൾ പറയാറില്ലേ എന്ന പോലെ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബാക്കൾക്ക് ക്ലാസ് കൊടുത്തുകൊണ്ടിരിക്കെ ചില ചരിത്രങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. റസൂലുള്ളാഹി തങ്ങളെ പറയാണ്, ബനൂ ഇസ്രായേൽക്കാരിൽപ്പെട്ട ഒരു മനുഷ്യൻ കച്ചവടാവശ്യാർത്ഥം ദൂരയാത്രയിലാണ്. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ അയാൾക്കൊരു കുറച്ച് പണത്തിന്റെ ആവശ്യം വന്നു. ആ നാട്ടിലെ മുതലാളിയുടെ അരികിൽ ചെന്നിട്ട് ചോദിച്ചു, എനിക്കൊരു 1000 ദീനാർ കടം തരുമോ? അയാൾക്ക് മുമ്പിൽ പരിചയമൊന്നുമില്ല. ഒരു പരിചയമില്ലാത്ത ഒരാള് നിങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് 1000 റുപ്യ തരുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാവോ? കൊടുക്കാൻ തയ്യാറാവില്ല. അയാളോട് ചോദിക്കുകയാണ്, 1000 ദീനാർ കടം തരുമോ? ഉടനെ അയാൾ തിരിച്ചു ചോദിച്ചു, ഫഖാല ഇത്നി ബിശ്വഹദാഇ ഉഷ്ഹിദുഹും. സാക്ഷികളുണ്ടല്ലോ, സാക്ഷികൾ. ആ സാക്ഷികളായി നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആരാണ് എനിക്ക് സാക്ഷ്യം വഹിക്കുക? സാക്ഷി നിൽക്കുക, സാക്ഷികളെ കൊണ്ടുവരുവോ? അപ്പൊ അയാള് പറഞ്ഞ മറുപടി, കഫാ ബില്ലാഹി ഷഹീദാ, അല്ലാഹു മതി സാക്ഷിയായിട്ട്. 1000 റുപ്യ നിങ്ങളോട് കടം ചോദിച്ചിട്ട് സാക്ഷിയെ ചോദിച്ചാൽ അല്ല സാക്ഷി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കുവോ? അള്ളാഹുവിലുള്ള വിശ്വാസമുള്ള ആളുകളെ കൊടുക്കുള്ളൂ, അല്ലാത്തവർക്ക് കൊടുക്കാൻ കഴിയില്ല. അയാൾ അതുകൊണ്ട് തൃപ്തിപ്പെടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ഫഅ്തിനീ ബിൽ കഫീൽ, ഒരു ജാമ്യക്കാരനെ കൊണ്ടുവരുമോ? അയാള് പറയാണ്, കഫാ ബില്ലാഹി കഫീലാ, ജാമ്യക്കാരനായിട്ടും അല്ലാഹു മതി. അയാൾ അതും തൃപ്തിപ്പെടുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അയാള് അല്ലാഹു മതി സാക്ഷിയായിട്ടും അല്ലാഹു മതി ജാമ്യക്കാരനായിട്ടും എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് അയാൾ തൃപ്തിപ്പെടുകയാണ്. ഒരവധി നിശ്ചയിച്ചുകൊണ്ട് അയാൾക്ക് 1000 ദീനാർ കൊടുക്കുകയാണ്. അയാള് പറഞ്ഞു, നിങ്ങളെ പറഞ്ഞ ഡേറ്റിന് ഞാനിത് കൊണ്ടുവന്ന് തരാം, തിരിച്ചു കൊണ്ടുവന്ന് തരും, ഉറപ്പാണ്, അല്ലാഹു സാക്ഷി എന്ന് പറഞ്ഞിട്ട് 1000 ദീനാറും വാങ്ങിയിട്ട് അയാള് നേരെ നാട്ടിലേക്ക് പോവുകയാണ്. ഫഖറജ ഫിൽ ബഹരി, കടലും കടന്നുകൊണ്ട് അയാള് നാട്ടിലേക്ക് പോവുകയാണ്. ഇയാളെ മുന്നിലും പരിചയമില്ല, പിന്നെയും പരിചയമില്ല. അങ്ങനത്തെ ഒരു പരിചയമില്ലാത്ത ഒരു നാട്ടിന്റെ ഉള്ള ആള് ഇവിടെ വന്നിട്ട് കടം ചോദിച്ചിട്ട് ആ കടം കൊടുത്തിട്ട് അയാളെ നാട്ടിലേക്ക് പോവാണ്. ഇയാളെ വിശ്വാസം അള്ളാനെ സാക്ഷിച്ച് പറഞ്ഞല്ലേ തീർച്ചയായിട്ടും തരുന്ന. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അദ്ദേഹം പറഞ്ഞ ഡേറ്റ് അങ്ങ് എത്തിയപ്പോൾ അയാള് ബേജാറായി. പണം എങ്ങനെയാണ് അയാൾക്ക് കൊണ്ടുപോയി കൊടുക്കുക? പെട്ടെന്നൊരു 1000 ദീനാറ് തട്ടിക്കൂട്ടി. അങ്ങനെ അയാൾ കടപ്പുറത്തേക്ക് വരികയാണ്. കപ്പൽ കയറി അദ്ദേഹത്തിന്റെ നാട്ടിൽ വന്ന അയാൾക്ക് പറഞ്ഞ കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കണ്ടേ? തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അയാള് കടപ്പുറത്ത് വന്നപ്പോൾ കപ്പൽ ആ ഭാഗത്തേക്ക് ഈ സമയത്തൊന്നുമില്ല. ഈ സമയത്തൊന്നും കപ്പലില്ല, ഒരു വാഹനങ്ങളൊന്നുമില്ല. ഫലം യജിദ് മർക്കബൻ, ഒരു വാഹനവും അയാൾക്ക് എത്തിച്ചില്ല. ഇനി എന്ത് ചെയ്യും? ഇയാൾക്ക് എങ്ങനെ ഈ 1000 ദീനാർ കൊടുക്കുക? കയ്യിലുണ്ട്, പക്ഷെ അവിടെ എത്തിച്ചു കൊടുക്കാൻ കഴിയണില്ല. അള്ളാനെ സാക്ഷി നിർത്തി പറഞ്ഞതാണ്, ഞാൻ ഇന്നാലിന്റെ ഡേറ്റിന് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാം, പക്ഷെ തിരിച്ചു കൊടുക്കാൻ കഴിയണില്ല. അയാളാകെ വിഷമിച്ചു പോയി. അയാളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒലിക്കാൻ തുടങ്ങി. കാരണം അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് വാങ്ങിയതല്ലേ, ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയതല്ലേ, അയാൾ വിശ്വസിച്ചിട്ടല്ലേ എനിക്ക് നൽകിയത്. ഞാൻ എങ്ങനെയാണിത് തിരിച്ചു കൊടുക്കാതിരിക്കുക? അള്ളാഹുവിനോടും ഞാൻ നന്ദികേട് ചെയ്തവനാകും, ആ മനുഷ്യനോടും നന്ദികേട് ചെയ്തവനാകും. ഞാൻ എങ്ങനെയാണ് ഈ പണം തിരിച്ചു കൊടുക്കുക? അദ്ദേഹം വിഷമത്തോടെ കണ്ണുനീരൊലിപ്പിച്ചപ്പോൾ അപ്പയാണ് ആ കടൽ തീരത്ത് ഒരു മരത്തിന്റെ കഷ്ണം കാണുകയാണ്. ഒരു മരക്കഷ്ണം. ആ മരക്കഷ്ണം പോയി അദ്ദേഹം എടുത്തുകൊണ്ട് വരികയാണ്. എന്നിട്ട് കൈകൊണ്ട് 2 ഭാഗത്തേക്ക് അയാൾ പൊട്ടിക്കുകയാണ്. അതിന്റെ ഉള്ളിലേക്ക് 1000 ദീനാർ അങ്ങ് കുത്തി തിരികെ വെക്കുകയാണ്.
എന്നിട്ടോ വസ്വഹീഫത്തൻ മിൻഹു ഇലാ സ്വാഹിബിഹി, അദ്ദേഹം ഒരു കത്തും എഴുതുകയാണ്. എനിക്ക് അങ്ങോട്ട് വരാൻ ഒരു മാർഗവും ഞാൻ കാണുന്നില്ല, ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ടൊരു കപ്പല് വരാനില്ല, ഒരു വാഹനങ്ങളും ഇല്ല. ഞാൻ ഈ പണം എങ്ങനെയാണ് താങ്കൾക്ക് തരിക എന്ന കാര്യത്തിൽ വിഷമത്തിലാണ്. ഞാനിത് 1000 ദീനാർ ഈ മരത്തടിയിൽ വെച്ചിട്ടുണ്ട്, ഇത് അങ്ങേക്ക് അല്ലാഹു നൽകുമെന്ന പ്രതീക്ഷയിലാണ്, എനിക്ക് വാഹനം കിട്ടാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ആ കത്ത് അതിനുള്ളിലേക്ക് കുത്തി തിരുകിക്കൊണ്ട് അതെടുത്തു കൊണ്ടുപോയിട്ട് കടലിനരികിലേക്ക് കൊണ്ടുപോയിട്ട് കടലിലേക്ക് അങ്ങിട്ടിട്ട് തേവുകയാണ്, ദൂരേക്കങ്ങ് തേവി അകറ്റുകയാണ്. ഇത് കൊണ്ടുപോയി അയാൾക്ക് കൊടുക്ക് എന്നും പറഞ്ഞുകൊണ്ട്, എന്നിട്ട് 2 കൈയും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് അയാൾ ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇന്നക തഅലമു അന്നീ കുൻതു തസല്ലഫ്തു ഫുലാനൻ അൽഫ ദീനാർ. അല്ലാഹുവേ, നിനക്ക് അറിയുകില്ലേ, ഇന്നാലിന്ന മനുഷ്യനോട് ഞാൻ 1000 രൂപ കടം ചോദിച്ചപ്പോൾ അയാൾ എന്നോട് ചോദിച്ചത് നിനക്ക് അറിയുകില്ലേ അല്ലാഹുവേ. ഫസഅലനീ കഫീലാ, അയാൾ എന്നോട് ജാമ്യക്കാരനെ ചോദിച്ചപ്പോ ഫഖുൽതു കഫാ ബില്ലാഹി കഫീലാ, ജാമ്യക്കാരനായിക്കൊണ്ട് അല്ലാഹു മതി എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഫറളിയ ബിക, അദ്ദേഹം അത് തൃപ്തിപ്പെടുകയും ചെയ്തു. വസഅലനീ ഷഹീദാ, അയാൾ എന്നോട് സാക്ഷിയെ ചോദിച്ചപ്പോ ഫഖുൽതു കഫാ ബില്ലാഹി ഷഹീദാ, അല്ലാഹുവാണ് എന്റെ സാക്ഷി എന്ന് ഞാൻ പറഞ്ഞു. ഫറളിയ ബിക, അയാൾ അത് തൃപ്തിപ്പെടുകയും ചെയ്തുകില്ലേ. ഞാനെങ്ങാനും ഈ പണം അയാൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടില്ല എങ്കിൽ ഞാനൊരു വിശ്വാസവഞ്ചനാകുകില്ലേ, ഞാനൊരു കള്ളനാകുകില്ലേ, ഞാനൊരു വാക്ക് സ്ഥിരതയില്ലാത്തവനാകുകില്ലേ. അതുകൊണ്ട് അല്ലാഹുവേ, ഈ പണം അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കണേ എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ദുആ ചെയ്തുകൊണ്ട് വീട്ടിലേക്ക് അങ്ങ് തിരിച്ചു പോവുകയാ. അയാള് വീട്ടിലേക്ക് പോവട്ടെ, പക്ഷേ ഈ കടം കൊടുത്ത ആളുണ്ടല്ലോ, അദ്ദേഹം കടപ്പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കടപ്പുറത്ത് കാത്തു നിൽക്കുന്ന എന്തിനാ? ഈ മനുഷ്യൻ ഇപ്പൊ വാങ്ങിയ കടവുമായിട്ട് ഇപ്പൊ തിരിച്ചു വരും എന്ന പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കടം കൊടുത്ത ആള് കടപ്പുറത്തേക്ക് പുറപ്പെട്ടു അവിടെ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. എന്നിട്ടോ എന്തിനാ കാത്തു നിൽക്കുന്നത്? തന്റെ കയ്യിൽ നിന്ന് 1000 ദീനാർ വാങ്ങിപ്പോയ മനുഷ്യൻ ഇപ്പൊ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് കാത്തു നിൽക്കുന്നത്. അയാൾ കാത്തു നിൽക്കുന്നു, അവസാനം നിരാശനാവുകയാണ്. അയാൾ എന്നെ പറ്റിച്ചോ, ഞാൻ അയാൾക്ക് 1000 ദീനാർ വിശ്വസിച്ച് കൊടുത്തു, പക്ഷേ അയാൾ ആ വാക്ക് തെറ്റിച്ചല്ലോ എന്ന നിരാശയിൽ നിൽക്കുമ്പോഴാണ് അതാ ദൂരെ നിന്നൊരു മരക്കഷ്ണം ഒഴുകി വരുന്നു. അയാളെ കണ്ണിൽ പെട്ടു. ഒരു മരക്കഷ്ണം ഇങ്ങനെ സമുദ്രത്തിൽ തിരമാല ഇങ്ങനെ അടിച്ച് കൊണ്ടുവരുന്നു. അദ്ദേഹം അടുത്തേക്ക് പോയി, ഏതായാലും ഇതെടുത്തിട്ട് എന്റെ ഭാര്യക്ക് വിറകിനെങ്കിലും കൊടുക്കാലോ. ഞാന് അയാളെ കാത്തിങ്ങോട്ട് വന്നു, ഇനി നിരാശനായിട്ട് ഒന്നുമില്ലാതെ തിരിച്ചു പോകുമ്പോ ഒരു മരക്കഷ്ണെങ്കിലും കിട്ടില്ല, ഒരു വിറകിനെങ്കിലും ഉപയോഗിക്കാലോ. ഭക്ഷണം പാകം ചെയ്യാൻ വിറകില്ലാതെ എന്റെ ഭാര്യ അവിടെയും കൂടി ഓടിത്താടി നടക്കുകയാണ്. അപ്പൊ ഈ വിറക് അങ്ങ് കൊണ്ടുകൊടുത്താല് അവർക്ക് സന്തോഷാകും. ഏതായാലും മരക്കഷ്ണം എടുത്തു. എന്നിട്ട് അദ്ദേഹം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഭാര്യയോട് പറഞ്ഞോ, ഇത് കൊണ്ടുപോയിട്ട് മുറിച്ചിട്ട് കഷ്ണമാക്കിയിട്ട് അടുപ്പിൽ വെച്ചിട്ട് വിറകായി ഉപയോഗിച്ചോ. ഇതാണ് ഇപ്പൊ കിട്ടിയത്. 1000 ദീനാർ കൊടുത്ത ആളെ തെരഞ്ഞു പോയിട്ട് എനിക്ക് ഇതാണല്ലോ കിട്ടിയത്. അദ്ദേഹം ഭാര്യന്റെ കയ്യിലേക്ക് കൊടുത്തു. ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. പുറത്തു വന്നങ്ങനെ ഇരിക്കുകയാണ്. അപ്പയാണ് ഭാര്യ പറഞ്ഞത്, ഏയ് കേട്ടൊന്ന് വരി. അങ്ങ് ചെന്ന് നോക്കുമ്പോ ഒരു ചെറിയ ഇത് മുറിക്കാൻ കിട്ടുന്നില്ല. അത് കൊത്തി മുറിക്കുക. അങ്ങനെ മുറിച്ചു, 2 പേരും കൂടി മുറിച്ചു.
فأخذها فلما نشرها وجد المال والصحيفة. അതങ്ങ് മുറിച്ചു നോക്കുമ്പോൾ അതിൽ 1000 ദീനാർ കാണുന്നു, കൂടെ ഒരു കത്തും കാണുന്നു. ആ കത്തെടുത്തങ്ങ് വായിച്ചപ്പോ അയാൾക്ക് മനസ്സിലായി ഇത് ഇന്നാലിന്ന മനുഷ്യൻ കൊടുത്തു വിട്ടതാണ്. അത്ഭുതം തന്നെ. അയാളുടെ പകരം കൊണ്ടുപോയി കൊടുത്തത് മരക്കഷ്ണമാണ്. ഇയാളാകെ സ്തംഭനായി പോയി, അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കടം കൊടുക്കപ്പെട്ട വ്യക്തി ഞാൻ പറഞ്ഞയച്ച ഈ ആ മരക്കഷ്ണം ഇന്നാലിന്ന മനുഷ്യനിക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലേന്നൊന്നും അദ്ദേഹത്തിന് അറിയില്ലല്ലോ. അള്ളാഹുവിനെ അങ്ങ് ഏൽപ്പിച്ചതല്ലേ, ചിലപ്പോ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും, ചിലപ്പോൾ അത് ഇന്നാലിന്ന ആളുടെ കയ്യിൽ തന്നെ എത്തിക്കൊള്ളണമെന്നില്ലല്ലോ, അത് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാകും, ചിലപ്പോൾ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. അദ്ദേഹം 1000 ദീനാറുമായിട്ട് ഒരു കപ്പൽ കയറി ഈ മനുഷ്യന്റെ അരികിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ അടുത്തെത്തി. എന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയാട്, സുഹൃത്തേ, ഞാൻ നിങ്ങളുടെ കരങ്ങളിൽ നിന്ന് വാങ്ങി 1000 ദീനാർ നിങ്ങൾക്ക് തന്നെ മടക്കി തരാൻ വേണ്ടി അതേ ഡേറ്റിന് ഞാൻ തീരുമാനിച്ചിരുന്നു. കടപ്പുറത്ത് വന്നപ്പോൾ ഇങ്ങോട്ട് വാഹനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ, എന്നോട് പൊറുക്കണേ, എന്നോട് മാപ്പാക്കണേ. ഇതങ്ങ് പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, എന്താണ് സുഹൃത്തേ നിങ്ങളെ പറയുന്നത്? നിങ്ങൾക്ക് ഞാൻ നൽകിയ 1000 ദീനാർ അത് നിങ്ങൾ പറഞ്ഞ അതേ ഡേറ്റിന് തന്നെ എനിക്ക് കൊടുത്തയച്ചിട്ടില്ലയോ? അതൊരു മരക്കഷ്ണത്തിൽ നിങ്ങൾ കുത്തിപ്പിടർന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു കത്തുമിട്ടിട്ട് കൊടുത്തയച്ചിട്ടില്ലായിരുന്നുവോ? അതെനിക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അദ്ദേഹം മനസ്സ് നിറഞ്ഞുകൊണ്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഞാൻ അതേ ഡേറ്റിന് തന്നെ അത് കൊടുത്തയച്ചിരുന്നു മരക്കഷ്ണത്തിന്റെ അരികില്. പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലായിരുന്നുവല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഈ 1000 ദീനാറുമായി അങ്ങയുടെ അരികിലേക്ക് വരാനുള്ള കാരണം. ചില സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുത്തതായി ഇമാം ബുഖാരി 2291 ഹദീസായി കൊണ്ടുവരികയാണ്.